വിമാനാപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതായിട്ടാണ് വിവരം. 6 യാത്രക്കാരെ കാണാനില്ല എന്നതാണ് കിട്ടിയ വിവരം. അവരെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദുർഗമമായ ഹിമാലയ പർവ്വത നിരകളിലെ വിമാനങ്ങൾ തകർന്നു വീണാൽ ശവശരീരം പോലും കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞ ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടം. അതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് സേനയുടെ ഒരു ഫൈറ്റർ വിമാനം F-35B എന്ന് പറയുന്ന ഒരു ഫൈറ്റർ വിമാനം തിരുവനന്തപുരത്ത് എമർജൻസി ലാൻഡിങ് വേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഫ്യൂലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. F-35B എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ, ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത, അത് പെട്ടെന്ന് കുത്തനെ അതിനെ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ കുത്തനെ വന്ന് ലാൻഡ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. വളരെ കുറച്ച് റൺവേ മതി ഈ വിമാനം ഉപയോഗിക്കാനായിട്ട്. എന്തായാലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഏറ്റവും നൂതനമായ ഫൈറ്റർ പ്ലെയിനുകളിലൊന്നാണ്, സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള വിമാനമാണ് 35B. അതാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് ഒരു വാർത്ത നമ്മൾ അറിയുന്നത്. ഇവിടെ നമ്മൾ താരതമ്യേന ആധുനിക കാലഘട്ടത്തിലെ വിമാനാപകടങ്ങളുടെ എണ്ണം കുറവാണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളും പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന വിമാനങ്ങളും തമ്മിലുള്ള അനുപാതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തുലവും കുറവാണ് എയർക്രാഫ്റ്റുകൾക്കുണ്ടാകുന്ന അപകടം. ഒരു കാലഘട്ടത്തിലെ വിമാനയാത്ര വളരെ റിസ്കി ആയിട്ട് കരുതിയിരുന്നെങ്കിലും ഇന്ന് അത്യന്താധുനികമായ നാവിഗേഷൻ ഉപകരണങ്ങളെ, കൂടുതൽ സൗകര്യങ്ങളുള്ള എയർക്രാഫ്റ്റുകൾ, ഇതൊക്കെ വന്ന് വിമാന യാത്ര സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിമാനയാത്രക്കാരുടെ എണ്ണവും ഇന്ത്യയിൽ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വിമാനം ഉപയോഗപ്പെടുത്തുന്നു. ആഭ്യന്തര ടൂറിസം നന്നായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ട്രാഫിക് ജാം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോലും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കൊക്കെ വിമാനയാത്ര പ്രിഫർ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്. അപ്പോൾ ആ വിമാനയാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമ്പോൾ വിമാനയാത്രയുടെ രംഗത്ത്, വ്യോമയാന ഗതാഗത രംഗത്ത് കൂടുതൽ കരുതൽ എടുക്കാനും സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകുവാനും ഗവൺമെൻറ്റിന് കഴിയണം. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റർമാർക്കും കഴിയണം. അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തോന്നുന്നു. കുറച്ച് ദിവസം മുമ്പ് എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണ് ഒരു മലയാളി വനിതയടക്കം നിരവധി ആളുകൾ, അതുപോലെ തന്നെ വിജയ് രൂപാണി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കം പല ആളുകളും മരിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയധികം ദുഃഖത്തിന് വഴിതെളിച്ച ഒന്നാണ്. ഇവിടെ നിന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യോമയാന രംഗത്ത് കൂടുതൽ സുരക്ഷ സ്വീകരിക്കുവാൻ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ചില അപകടങ്ങൾ ഒരു ദുഃഖസ്മരണയായിട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ വിമാനം തകർന്നു വീണതിൽ ദുരൂഹതയൊന്നും ആരും പറയുന്നില്ലെങ്കിലും ചില വിമാനാപകടങ്ങൾ, പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ അപകടങ്ങൾ, ഒരുപാട് ദുരൂഹത ഉണ്ടാക്കിയിട്ടുള്ള ഹെലികോപ്റ്റർ അപകടങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 2021 അതും ഡിസംബർ മാസത്തിൽ സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് ഊട്ടിയിലെ കൂനൂരിനടുത്ത് ഉണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയത്. അതിന് അട്ടിമറിയൊന്നും ആരോപിക്കപ്പെടുന്നില്ലെങ്കിലും പൈലറ്റിനുണ്ടായ ഒരു പിഴവാണ് വളരെ സമർത്ഥനായ ഒരു മിലിറ്ററി ഓഫീസറുടെ ജീവനെടുത്തത് എന്നാണ് പിന്നീട് കേട്ട വാർത്തകളൊക്കെ. എന്തായാലും ശരി, സംയുക്ത സേനാ മേധാവിയായ ബിപിൻ റാവത്തിൻ്റെ മരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത നഷ്ടം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ചില അപകടങ്ങൾ, ഉദാഹരണത്തിന് 2002 അന്നത്തെ സ്പീക്കറായിരുന്ന GMC ബാലയോഗി, അദ്ദേഹം ആന്ധ്രയ്ക്കടുത്ത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുകയുണ്ടായി. അന്ന് GMC ബാലയോഗിയും കോൺഗ്രസുമായി ചില ശീത സമരങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമായിരുന്നു. സോണിയാഗാന്ധിയുടെ ക്വാളിഫിക്കേഷൻ, സോണിയാഗാന്ധിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ സംബന്ധിച്ച ചില പരാതികൾ സ്പീക്കർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അപകടത്തിൽപ്പെട്ടത് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപകടം
വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെയാണ്. വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട മരണം അതും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. കാരണം രാജശേഖര റെഡ്ഡിയും സോണിയാഗാന്ധിയും തമ്മിൽ വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു എങ്കിലും ഏതോ ചില കാര്യങ്ങളിൽ ഇവര് പിണങ്ങി പിരിഞ്ഞതായും സോണിയാഗാന്ധിയുമായും കോൺഗ്രസുമായും രാജശേഖര റെഡ്ഡി അകന്നതായും അന്നത്തെ ഒരു വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് അവര് ഒരു കോംപ്രമൈസ് ആയി എന്ന് പറയുന്നു. എന്തായാലും ശരി രാജശേഖര റെഡ്ഡിയുടെ ദുരൂഹമായ മരണം അതൊട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അതുപോലെ തന്നെ രാജശേഖര റെഡ്ഡിയുടെ മരണം പോലെ തന്നെ വളരെ ദുരൂഹതയുണ്ടാക്കിയ ഒന്നായിരുന്നു 2001 മാധവറാവു സിന്ധ്യയുടെ മരണവും, വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചത്. അത് യു.പിയിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. മാധവറാവു സിന്ധ്യയും കോൺഗ്രസ് നേതൃത്വവുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിക്കുന്നത്. അന്ന് ദില്ലിയിലെ ഉപശാലകളിലൊക്കെ ഒട്ടേറെ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഒരു കെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ മരണം. അതിലൊക്കെ വലിയ വിവാദമുണ്ടാക്കിയ ഒന്നായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണം. അത് 1980 അദ്ദേഹം വ്യോമാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്, എയ്റോബാറ്റിക് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വിമാനം തകർന്നു വീണത്. വിമാനത്തിലെ മീറ്ററിലെ കാണിച്ച അളവില് ഫ്യൂവൽ വിമാനത്തിന്റെ ടാങ്കില് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്ന് കേട്ട ഒരു ആരോപണം. എന്തായാലും ശരി, സഞ്ജയ് ഗാന്ധി വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ ഒരു വിമാനാപകടത്തിലെ ഒരു ഫ്ലൈയിങ് ക്ലബിന്റെ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം പരിശീലന പറക്കുന്നതിൽ മരിച്ചുപോയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അധികാരത്തിലിരിക്കുമ്പോൾ മരിച്ച മറ്റൊരു മുഖ്യമന്ത്രിയാണ് അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡു. അദ്ദേഹത്തിന്റെ മരണം വലിയ വിവാദമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോഴാണ് മരിച്ചുപോയത്. അതേസമയം വിജയ് രൂപാണി അധികാരം ഒഴിഞ്ഞതിന് ശേഷമാണ് ഡ്രീം ലൈനർ വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ പ്രതിരോധ സഹമന്ത്രിയായിരുന്ന NVN സോമു, അദ്ദേഹം പ്രതിരോധ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവും ഹെലികോപ്റ്റർ തകർന്നാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിലും ഇതുപോലെ ഒട്ടേറെ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുണ്ടായി. 3 സിനിമാ താരങ്ങളുടെ മരണം അത് സിനിമാ പ്രേക്ഷകരെ ഒരുപാട് വേദനിപ്പിച്ച ഒന്നാണ്. 3 സിനിമാ താരങ്ങളുടെ മരണം അത് 1980 ജയന്റെ മരണം. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജയന്റെ മരണമാണ്. അദ്ദേഹം അന്ന് മലയാള സിനിമാ രംഗത്ത് കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജയൻ 1980 മരിക്കുന്നത്. അതുപോലെ തന്നെ 1976 റാണിചന്ദ്ര മുംബൈയിലുണ്ടായ ഒരു വിമാന അപകടത്തിൽ മരിച്ചു. അതുപോലെ തന്നെ കന്നഡ നടിയായിരുന്ന, അവർ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സൗന്ദര്യ എന്ന നടി BJPയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുമ്പോൾ വിമാനം കത്തി മരിക്കുകയുണ്ടായി. തീപിടിച്ച വിമാനത്തിൽ നിന്നും സഹായത്തിനായി കേഴുന്ന സൗന്ദര്യയുടെ ചിത്രങ്ങളൊക്കെ അന്ന് ചില ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. എന്തായാലും ശരി, സൗന്ദര്യയുടെ മരണവും ചില വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ വിമാനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ പ്രമുഖരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ഇന്ത്യൻ വ്യവസായ ലോകത്തിലെ പ്രമുഖനായ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് OP ജിൻഡാൽ എന്നാണ്. ജിൻഡാൽ വ്യവസായ ഗ്രൂപ്പിന്റെ തലവനായിരുന്നു OP ജിൻഡാൽ. OP ജിൻഡാൽ ഇതുപോലെ തന്നെ ഒരു വിമാനാപകടത്തിൽ UPയിൽ പെട്ട് വിമാനാപകടത്തിൽ, ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരിക്കുകയുണ്ടായി. കുറച്ചു കാലം മുമ്പ് നമ്മുടെ മലയാളികളുടെ വളരെ വളരെ പ്രിയപ്പെട്ട വ്യവസായിയായ യൂസഫ് അലി ഭാഗ്യം കൊണ്ട് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. തലനാരിഴയ്ക്കാണ് യഥാർത്ഥത്തിൽ യൂസഫ് അലി രക്ഷപ്പെട്ടത്. ഇത്തരം വിമാനാപകടങ്ങളെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒരുപക്ഷെ ഗൂഢാലോചനയോ അട്ടിമറിയോ കൊണ്ടുണ്ടാകാം, അതല്ലെങ്കിൽ സ്വാഭാവികമായി വിമാനാപകടമായിട്ട് മാറാം. വിമാനത്തിലെ യാത്ര ചെയ്യുന്നത് VIP ആകുമ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ദുരൂഹതയും ആരോപണങ്ങളും ഒക്കെ ഉയരുക സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു മോഹൻ കുമാരമംഗലം. അദ്ദേഹം CPI-കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസിലെ അദ്ദേഹം കേന്ദ്ര മന്ത്രിയായി. വളരെ സമർത്ഥനായ ഒരു നിയമസഭാ സാമാജികനും മന്ത്രിയും ഒക്കെ ആയിരുന്നു മോഹൻ കുമാരമംഗലം. അദ്ദേഹം ഒരു വിമാനാപകടത്തിൽ അന്തരിച്ചത് 1970. അതുപോലെ തന്നെ ഇന്ത്യയെ മുഴുവൻ നടുക്കിയ, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയെ പതിറ്റാണ്ടുകളോളം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞ ഒന്നായിരുന്നു ഹോമി ഭാഭയുടെ അകാലത്തിലുള്ള വിയോഗം.
ഹോമി ഭാഭ സഞ്ചരിച്ചിരുന്ന വിമാനം 1996 ആൽപ്സ് പർവ്വത നിരകളിലെ തകർന്ന് വീഴുകയായിരുന്നു. ഏറ്റവും സമർത്ഥനായ ആണവ ശാസ്ത്രജ്ഞന്മാരിലെ ലോകപ്രശസ്തനായ ഒരാളായിരുന്നു ഹോമി ഭാഭ. ബോധപൂർവം അദ്ദേഹത്തെ അമേരിക്ക അടക്കമുള്ള ചില സാമ്രാജ്യത്വ ശക്തികൾ തകർക്കാൻ ശ്രമിച്ചു. ഇന്ത്യ ആണവശക്തി ആകരുത് എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടിയാണ് ഹോമി ഭാഭയെ വധിക്കാൻ ശ്രമിച്ചത് എന്ന് അത് വളരെയധികം വ്യക്തമായ തെളിവുകളോടുള്ള ആരോപണങ്ങളൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഹോമി ഭാഭയുടെ മരണം ഇന്ത്യയുടെ അണുശാസ്ത്ര ഗവേഷണ രംഗത്ത് അപരിഹാര്യമായ നഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യ ആണവശാസ്ത്ര രംഗത്ത് ഒരു ശക്തിയായി മാറാൻ കുറച്ച് കാലതാമസം എടുക്കാൻ കാരണങ്ങളിൽ ഒന്ന് ഹോമി ഭാഭയുടെ മരണമായിരുന്നു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റൊന്നാണ് വിക്രം സാരാഭായിയുടെ മരണം. വിക്രം സാരാഭായി കോവളത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹം കിടക്കയിൽ, അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ മുറിയിലെ അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതും ആണവശാസ്ത്രജ്ഞനായിരുന്നു. അതും ബോധപൂർവം വിക്രം സാരാഭായിയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്ന ശക്തമായ ആരോപണം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ശരി, ഇന്ത്യയുടെ ശത്രുക്കളുടെ കരങ്ങൾ ഹോമി ഭാഭയുടെ മരണത്തിന് പിന്നിലും വിക്രം സാരാഭായിയുടെ മരണത്തിന് പിന്നിലും ഉണ്ടായിരുന്നു എന്ന് ന്യായമായി സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒന്ന് വിമാനാപകടത്തിലാണെങ്കിൽ മറ്റൊന്ന് ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് നമ്മൾ കണ്ടത്. മലയാളികളെ ഏറെ ദുഃഖിപ്പിച്ച ഒരു മരണമായിരുന്നു എംപറർ അശോക തകർന്നു വീണത്. മുംബൈയിൽ നിന്നും ദുബൈയിലേക്ക് പറന്നുകൊണ്ടിരുന്ന എംപറർ അശോക തകർന്നു വീണത് 1978 അതിലെ വളരെയധികം മലയാളികൾ, 213 ആളുകൾ ആ വിമാനാപകടത്തിൽ മരിച്ചതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളായിരുന്നു. മലയാളികളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ ഒരു അപകടമായിരുന്നു എംപറർ അശോകയുടെ തകർച്ച. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ യാത്രക്കാരിലെ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ്. കുറേ കാലം മലയാളികളുടെ മനസ്സിലെ തേങ്ങയായി നിന്ന ഒന്നായിരുന്നു ഈ എംപറർ അശോകയുടെ തകർച്ച. എംപറർ അശോകയുടെ തകർച്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എയർലൈൻസിൻ്റെ മറ്റൊരു പ്രസ്റ്റീജിയസ് ഫ്ലൈറ്റ് ആയിരുന്നു എംപറർ കനിഷ്ക. എംപറർ കനിഷ്ക തകർന്നു വീണത് 1985 ടൊറന്റോ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്നുകൊണ്ടിരുന്ന വിമാനം അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു. ആ വിമാനത്തിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് വിമാനം തകർന്നു പോയത്. അതിൻ്റെ പിന്നിൽ ഖാലിസ്ഥാൻ വാദികളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമായ തെളിവുകളോടെ പുറത്തു വന്നതാണ്. പക്ഷേ അവരെ രക്ഷിക്കാൻ കാനഡ നടത്തിയ ശ്രമങ്ങൾ, അവരെ സംരക്ഷിക്കാൻ ഇന്നും കാനഡ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന പിന്തുണ, ഇതൊക്കെ നമ്മൾ രാജ്യസ്നേഹമുള്ള ജനങ്ങൾ വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഓരോ അപകടം വരുമ്പോഴും നമ്മൾ അധികം താമസിയാതെ നമ്മുടെ വിസ്മൃതിയിലാകുമെങ്കിലും പല അപകടങ്ങളുടെയും പിന്നിലെ വളരെ കൃത്യമായ പദ്ധതികളുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്തായാലും ശരി, ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഗതാഗത സൗകര്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ യാത്രാ സൗകര്യം വിമാനയാത്രയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സഹായിക്കുന്നതും വിമാനയാത്രയാണ്. ആധുനിക ജീവിതം, വളരെ തിരക്ക് പിടിച്ച ആധുനിക ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്ര ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സമ്പന്നന്മാർക്ക് മാത്രമായിരുന്നു വിമാനങ്ങൾ എങ്കിൽ ഇന്ന് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാരായി ഒരുപാട് മാറിയിട്ടുണ്ട്. ഓരോ അപകടം കഴിയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കും, ദുഃഖിക്കും, പിന്നെ അത് വിസ്മൃതിയിലാകുകയാണ് പതിവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.